പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NIOS +2 ഹിസ്റ്ററിയുടെ 2024 ഏപ്രിൽ മാസത്തെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കി വരുന്നത്. ഇത് 4ാമത്തെ പാർട്ടാണ്. ബാക്കിയുള്ള 3 പാർട്ടുകളും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവകൾ കാണുക. ഇനി ഈ ഒരു പാർട്ടിലൂടെ പറയുന്നത് 2024 ഏപ്രിൽ മാസത്തിൽ 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇനി ശേഷം പറയുന്നത്. അതിൽ 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. 1857 കലാപം പരാജയപ്പെടുവാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുക. അതിൻ്റെ ആൻസർ നോക്കൂ. 1857 സിപ്പായി ലഹള അല്ലെങ്കിൽ 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടുവാൻ പല കാരണങ്ങളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തെ നോക്കൂ. ഒരൊറ്റ ലക്ഷ്യമില്ലായ്മയും ദുർബലമായ നേതൃത്വവും. 1857 കലാപത്തിൽ ശിപ്പായി ലഹള എന്നൊക്കെ പറയും. ഈ ലഹളയിൽ പങ്കെടുത്തവർക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമോ ഭാവി പരിപാടികളോ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ഏകോപനം നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇന്ത്യയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ധാരാളം സ്ഥലങ്ങളിൽ ഈ കലാപം നടന്നിട്ടുണ്ട്. ഇതിൽ ഓരോ പ്രദേശത്തും ഓരോ നേതാക്കളാണ് കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത്. അതാത് പ്രദേശത്തെ നേതാക്കന്മാരാണ് അവിടെയുള്ള കലാപ പരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഈ നേതാക്കന്മാർക്കിടയിൽ ഒരു വേണ്ടത്ര ഏകോപനമോ പരസ്പര സഹകരണമോ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യ ഒട്ടാകെ ഒറ്റ നേതാവ് എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ കലാപം നടത്തുകയാണെങ്കിൽ അത് ഒന്നുകൂടെ വിജയിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഓരോ പ്രദേശത്തുമുള്ള ഓരോ നേതാക്കന്മാരാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഒരൊറ്റ ലക്ഷ്യമില്ലായ്മയും ദുർബലമായ നേതൃത്വവും. ഇനി നെക്സ്റ്റ് 2ാമത്തെ കാരണം പറയുന്നത് വ്യാപനം പരിമിതമായിരുന്നു. ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ശിപ്പായി ലഹള പ്രധാനമായും വടക്കേ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. അതായത് പഞ്ചാബ്, സിന്ധ്, കിഴക്കൻ ബംഗാൾ, മദ്രാസ്, ബോംബെ പ്രസിഡൻസികൾ, ഈ പ്രദേശങ്ങളിൽ മാത്രമായി ഈ കലാപം ഒതുങ്ങി നിന്നു. പിന്നെ ഇതിന് പുറമേക്ക് ഇവ കൂടുതലായിട്ട് വ്യാപിപ്പിക്കുവാനും സാധിച്ചിട്ടില്ല. പല നാട്ടുരാജാക്കന്മാരും ബ്രിട്ടീഷുകാരെ പിന്തുണക്കുകയോ നിഷ്പക്ഷത പാലിക്കുകയോ ചെയ്തു. ഇവിടെ പ്രധാനമായിട്ട് പല നാട്ടുരാജാക്കന്മാർ ബ്രിട്ടീഷുകാരെ പിന്തുണക്കുകയാണ് ചെയ്തിരുന്നത്. അതായത് രാജാക്കന്മാർ അവരുടെ ഭരണം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് പലപ്പോഴും അവർക്ക് കപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സ്, രാജാവ് ബ്രിട്ടീഷുകാർക്ക് നൽകുന്ന ഒരു ടാക്സ് ആണ്. അപ്പം അത്തരത്തിലുള്ള ടാക്സ് ഒക്കെ നൽകിയിട്ട് അവരുടെ രാജ്യം നിലനിർത്തി പോരുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പല നാട്ടുരാജാക്കന്മാരും ഈ കലാപത്തിൽ പങ്കാളികളാവാതെ ബ്രിട്ടീഷുകാർക്ക് പിന്തുണ നൽകുകയോ അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായിട്ട് രണ്ടുപേരെയും, ബ്രിട്ടീഷുകാരെയും കലാപക്കാരെയും ഒരേ രീതിയിലാണ് കണ്ടുപോയിരുന്നത്. 2ാമത്തത് വ്യാപനം പരിമിതമായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 3ാമത്തെ കാര്യം ആയുധങ്ങളുടെയും സൈനിക ശക്തിയുടെയും കുറവ്. ഈ ലഹളക്കാർക്ക് ആധുനിക ആയുധങ്ങളോ വേണ്ടത്ര സൈനിക പരിശീലനമോ ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്കാണെങ്കിലോ ആധുനിക ആയുധങ്ങളും മികച്ച പരിശീലനം ലഭിച്ച സൈനികർ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ലഹളക്കാർക്ക് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാൻ പറ്റാവുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ സൈനികരുടെ അത്രത്തോളം പരിശീലനവും ലഹളക്കാർക്ക് ലഭിച്ചിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് 4ാമത്തെ കാര്യമാണ്. 4ാമത്തത് സാമ്പത്തികമായ ദൗർബല്യം. കലാപകാരികൾക്ക് യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള പണമോ വിഭവങ്ങളോ ഉണ്ടായിരുന്നില്ല. അതേസമയം ബ്രിട്ടീഷുകാർക്ക് സാമ്പത്തികമായിട്ട് വലിയ പിന്തുണ ഉണ്ടായിരുന്നു. കാരണം അവർ ഇന്ത്യയിൽ നിന്ന് ധാരാളമായിട്ട് ടാക്സ് പിരിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈനികരുടെ
കാര്യങ്ങളെല്ലാം നോക്കുവാൻ വേണ്ടി അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നല്ല സഹായം ലഭിച്ചിരുന്നു. അഞ്ചാമത്തെ കാര്യമാണ് വിശ്വാസവഞ്ചനയും ഒറ്റിക്കൊടുക്കലും. ലഹളക്കാരുടെ കൂട്ടത്തിൽ ഒറ്റുകാരുണ്ടായിരുന്നു. ഇത് കലാപത്തിന്റെ വേഗത കുറക്കുകയും ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്തിരുന്നു. അതായത് അവർക്ക് ലഹളക്കാരുടെ ഓരോ നീക്കത്തെയും ഒറ്റുകൊടുക്കുവാൻ ഒറ്റുകാരുണ്ടായതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ തന്നെ ഈ ലഹളക്കാരെ കീഴടക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം വിശ്വാസവഞ്ചനയും ഒറ്റിക്കൊടുക്കലും. നെക്സ്റ്റ് ആറാമത്തെ കാര്യം ദേശീയബോധത്തിന്റെ കുറവ്. ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള ഒരൊറ്റ വിപ്ലവം എന്നതിലുപരി പ്രാദേശികമായി കാരണങ്ങളും വ്യക്തിപരമായ താല്പര്യങ്ങളുമായിരുന്നു പലരുടെയും ലക്ഷ്യമുണ്ടായിരുന്നത്. ഒരു ഏകീകൃത ദേശീയ ബോധം അന്ന് ശക്തമായിരുന്നില്ല. ഇവിടെ ഒരു ഇന്ത്യ എന്നുള്ള ഒരു ദേശീയത, ഇന്ത്യ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യൻ എന്നുള്ള ഒരു രാജ്യത്തിന്റെ ഒരു ദേശീയത കലാപകാരികളിൽ ഉയർന്നു വന്നിട്ടില്ല. ഓരോ ഭാഗത്തെയും നേതാക്കന്മാർക്കും പിന്നെ അതാത് മേഖലകളിൽ നേതൃത്വം നൽകിയ ആളുകൾക്കും അവരുടേതായിട്ടുള്ള പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലക്ഷ്യം നേടുവാൻ വേണ്ടി മാത്രമായിരുന്നു അവർ കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഇത്തരത്തിൽ ദേശീയ ബോധത്തിന്റെ കുറവും കലാപ പരാജയത്തിന് കാരണമായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തെ കാര്യം ബ്രിട്ടീഷ് സേനയുടെ കാര്യക്ഷമത. ഇവിടെ ബ്രിട്ടീഷുകാർക്ക് മികച്ച സൈനിക ശക്തിയും തന്ത്രങ്ങളും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് അവരുടെ ശക്തമായിട്ടുള്ള സൈന്യം, അതായത് പരിശീലനം ലഭിച്ച സൈനികരായിരുന്നു. അതുകൊണ്ട് തന്നെ കലാപം പൊട്ടിപ്പുറപ്പെട്ട ഉടൻ തന്നെ അത് അടിച്ചമർത്തുവാൻ അവർക്ക് കഴിഞ്ഞു. ഡൽഹി, കാൺപൂർ, ലക്നൗ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ അവർ വേഗത്തിൽ തിരിച്ചുപിടിച്ചു. അപ്പോൾ ഇന്ത്യയുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം കലാപം പൊട്ടിപ്പുറപ്പെട്ട ഉടൻ തന്നെ ബ്രിട്ടീഷ് സൈന്യം കാര്യക്ഷമതയോടുകൂടെ പ്രവർത്തിക്കുകയും ഡൽഹി, കാൺപൂർ, ലക്നൗ തുടങ്ങിയ പ്രദേശങ്ങൾ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം അവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചുപിടിക്കുവാനും സാധിച്ചു. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് 1857 മഹത്തായ സിപ്പാഹി ലഹളക്ക് ബ്രിട്ടീഷ് ഭരണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ കഴിയാതെ പോയത്. എന്നിരുന്നാലും ഈ ലഹള ഇന്ത്യൻ ചരിത്രത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. അതായത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ശക്തമായ ഒരു പോരാട്ടം ഇന്ത്യയിലുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ശിപ്പായി ലഹളക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ നോട്ട്സ് ഒന്ന് എഴുതി കൊടുക്കൂ. കലാപ പരാജയത്തിനുള്ള കാരണങ്ങൾ: 1. ഒരൊറ്റ ലക്ഷ്യമില്ലായ്മയും ദുർബലമായ നേതൃത്വവും. 2. വ്യാപനം പരിമിതമായിരുന്നു. 3. ആയുധങ്ങളുടെയും സൈനിക ശക്തിയുടെയും കുറവ്. 4. സാമ്പത്തിക ദൗർബല്യം. 5. വിശ്വാസവഞ്ചനയും ഒറ്റിക്കൊടുക്കലും. 6. ദേശീയബോധത്തിന്റെ കുറവ്. 7. ബ്രിട്ടീഷ് സേനയുടെ കാര്യക്ഷമത. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് 48 തന്നെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബി. ഡിസ്കസ് ദ റോൾ ഓഫ് സിന്ധു ആൻഡ് കാനു ബ്രദേഴ്സ് ഇൻ സാന്താൾ ട്രൈബൽ അപ്രൈസിംഗ്. സാന്താൾ ഗോത്ര കലാപത്തിൽ സിന്ധു കാനു സഹോദരന്മാരുടെ പങ്ക് ചർച്ച ചെയ്യുക. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ 1857 കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന ഒരു കലാപമായിരുന്നു സാന്താൾ കലാപം. സാന്താൾ കലാപത്തിൽ സിന്ധുവും കാനുവും എന്ന സഹോദരന്മാർക്ക് നിർണായകമായ പങ്കുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനും ജമീന്ദാർമാരുടെയും പണമിടപാടുകാരുടെയും ചൂഷണത്തിനെതിരായി 1855-56 കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഗോത്രവർഗ കലാപമായിരുന്നു സാന്താൾ കലാപം. ഈ സാന്താൾ കലാപത്തിൽ സിന്ധു ഖാൻ തുടങ്ങിയ 2 പേര് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരുടെ പങ്കിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തത് നേതൃത്വം നൽകി.
സാന്താൾ സമൂഹത്തെ ബ്രിട്ടീഷ് കോളനി ഭരണത്തിൽ നിന്നും ചൂഷണാത്മകമായ ജമീന്ദാറി സമ്പ്രദായത്തിൽ നിന്നും എതിരെ ഒരുമിച്ച് നിർത്തുന്നതിൽ സിദ്ധുവും കാനുവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവരുടെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടും ഉപജീവന മാർഗങ്ങൾ സംരക്ഷിക്കുവാനും അവർ സാന്താൾ വിഭാഗക്കാരോട് ആഹ്വാനം ചെയ്തിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശിപ്പായി ലഹള 1857 വിപ്ലവം പരാജയപ്പെടുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം നേതൃത്വത്തിൻ്റെ അഭാവമായിരുന്നു. ഇവിടെ സിന്ധു കാനു സഹോദരന്മാർ കൃത്യമായ നേതൃത്വം നൽകി വളരെ ശക്തമായ രീതിയിൽ കലാപം നടത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ കാര്യം ജനങ്ങളെ സംഘടിപ്പിച്ചു. 1855 ജൂൺ 30 സിദ്ധുവും കാനുവും ഏകദേശം 10,000-ഓളം സാന്താൾ വിഭാഗക്കാരെ ബോഗ്നാഡി ഗ്രാമത്തിൽ ഒത്തുകൂട്ടി. അവരെയൊക്കെ എന്ത് ചെയ്തു? 10,000-ലധികം വരുന്ന സാന്താൾ സമൂഹത്തിന് അവര് ബോഗ്നാഡി ഗ്രാമത്തിൽ വെച്ച് അവരെ ഒരുമിച്ച് കൂട്ടി. ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം പ്രഖ്യാപിക്കുകയും സ്വന്തമായി ഒരു സമാന്തര സർക്കാർ രൂപീകരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. അവർ തന്നെ അവരുടെ ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ ഒരു സമാന്തര സർക്കാരിനെ രൂപീകരിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവർ തങ്ങളുടെ ദൈവമായ ഠാക്കൂറിൽ നിന്ന് വിദേശ ഭരണം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചു എന്ന് വിശ്വസിപ്പിച്ചു. അതായത് അവരുടെ ഇഷ്ട ദൈവമായിരുന്ന ഠാക്കൂർ. അപ്പോൾ ഠാക്കൂർ എന്ന് പറയുന്ന അവരുടെ വിശ്വാസത്തിന് ഭാഗമായിട്ടുള്ള ദൈവത്തിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ലഭിച്ചു എന്ന് അവർ വിശ്വസിക്കുകയും ഇത് ജനങ്ങളെ അറിയിക്കുകയും ഇത് സാന്താൾ ജനങ്ങൾക്കിടയിൽ വലിയ ആവേശം നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഈ സാന്താൾ കലാപത്തിന് വേണ്ടി സംഘടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ കാര്യം, പ്രചോദനം നൽകി. തങ്ങൾക്ക് ദൈവികമായ ശക്തി ഉണ്ടെന്നും ബ്രിട്ടീഷ് തോക്കുകൾ വെള്ളമായി മാറുമെന്നും അവർ അവകാശപ്പെട്ടു. ഈ സഹോദരന്മാർ സിന്ധു കാനു അവർക്ക് ദൈവികമായിട്ടുള്ള ശക്തി ഉണ്ടെന്നും ബ്രിട്ടീഷുകാരുടെ തോക്കുകൾ വെള്ളമായി മാറുമെന്നും അവർ അവകാശപ്പെട്ടു. ഇതുകൂടെ കേട്ടപ്പോൾ സാന്താൾ ജനതയ്ക്ക് വലിയ പ്രചോദനം ഉണ്ടാവുകയും അവരുടെ അവരുടെ ഈ വിശ്വാസം പലപ്പോഴും ബ്രിട്ടീഷ് സൈന്യത്തെ ആശയക്കുഴപ്പത്തിൽ ആക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിശ്വാസം അത് ബ്രിട്ടീഷുകാരെ വരെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രചോദനം കലാപകാരികൾക്കിടയിൽ നൽകുവാൻ ഈ രണ്ട് സഹോദരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി നാലാമത്തെ കാര്യം, കലാപം നയിച്ചു. ആധുനിക ആയുധങ്ങൾ ഉണ്ടായിരുന്നിട്ടും അമ്പും വില്ലും കോടാലിയും പോലുള്ള പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ച് ബ്രിട്ടീഷ് സേനയുമായി അവർ ധീരമായി പോരാടി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശിപ്പായി ലഹള പരാജയപ്പെടുവാനുള്ള ഒരു കാരണം ബ്രിട്ടീഷുകാരുടെ അത്രത്തോളമുള്ള ആധുനിക ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതേ അവസ്ഥ തന്നെയാണ് സാന്താൾ വിഭാഗത്തിലും ഉണ്ടായിരുന്നത്. അവർ ഉപയോഗിച്ചിരുന്നത് പരമ്പരാഗതമായിട്ടുള്ള അവരുടെ അമ്പ്, വില്ല്, കോടാലി പോലെയുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷ് സേനയുമായിട്ട് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ധീരമായി പോരാടുകയും ചെയ്തു. റാംപൂർ ഹാട്ടും പുൽസയും പിടിച്ചെടുക്കുകയും അവ കത്തിക്കുകയും ചെയ്തു. അപ്പോൾ റാംപൂർ ഹാട്ട് എന്ന് പറയുന്ന പ്രദേശം, പുൽസ എന്ന് പറയുന്ന പ്രദേശം അവർ പിടിച്ചെടുക്കുകയും അവിടെ തീയിടുകയും ചെയ്തു. ബ്രിട്ടീഷ് രേഖകൾ അനുസരിച്ച് 15,000-ലധികം സാന്താൾക്കാർ ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അവ 15,000 ആളുകൾ കൊല്ലപ്പെടണമെങ്കിൽ അത്രയും ധാരാളം ആളുകളെ സാന്താൾ വിഭാഗത്തിന് ഒന്നിച്ച് കലാപത്തിലേക്ക് ഉള്ള പ്രേരണ നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റാണ് ആശയവിനിമയം. കലാപകാരികളെ ഒരുമിപ്പിക്കുന്നതിലും സന്ദേശങ്ങൾ കൈമാറുന്നതിലും സിദ്ധുവും കാനുവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബഗൽപൂരിനും രാജ്മഹലിനും ഇടയിലുള്ള പ്രദേശം സ്വയംഭരണ പ്രദേശമായി പ്രഖ്യാപിച്ച് അവർ കലാപം
സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കലാപകാരികളെ കൃത്യമായിട്ട് ഒരു കോർഡിനേഷൻ ചെയ്യുവാൻ, കൃത്യമായ ആശയവിനിമയം നടത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. സാന്താൾ കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരായ ഗോത്രവർഗക്കാരുടെ ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രതീകമായി ഇത് മാറി. സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും ധീരമായ നേതൃത്വം പിന്നീട് നടന്ന പല ഗോത്രവർഗ പ്രക്ഷോഭങ്ങൾക്കും സ്വാതന്ത്ര്യ സമരങ്ങൾക്കും പ്രചോദനമായി മാറുകയും ചെയ്തു. അപ്പോൾ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത്തരത്തിൽ സാന്താൾ ഗോത്രത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗോത്രത്തെ വലിയ രീതിയിൽ സംഘടിപ്പിക്കുവാൻ സാധിച്ചത് മറ്റു ഗോത്രവർഗക്കാർക്കിടയിലും ഇതൊരു പ്രചോദനമായി മാറി. ഇന്നും അവർ സാന്താൾ സമൂഹത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും പ്രതീകങ്ങളായി നിലകൊള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സാന്താൾ കലാപത്തിൽ ഈ രണ്ട് സഹോദരന്മാരുടെ, സിന്ധുവിൻ്റെയും കാനുവിൻ്റെയും പ്രധാനപ്പെട്ട പങ്ക് പറഞ്ഞത്. ഇനിയും നെക്സ്റ്റ് വരുന്നത് 49ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വർ ദ കോസസ് ഫോർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി? പ്ലാസി യുദ്ധത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? 1757 പ്ലാസി യുദ്ധത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇതും 5 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. 1757 ജൂൺ 23 ബംഗാളിലെ പ്ലാസിയിൽ വെച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവും ബംഗാൾ നവാബ് സിറാജുദ്ദൗളയുടെയും സൈന്യവും തമ്മിൽ നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. അപ്പോൾ പ്ലാസി യുദ്ധം, ഇതിൽ നിന്ന് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം 1 മാർക്കിനൊക്കെ വരുന്നത്. ഒന്നാമത്, പ്ലാസി എന്ന് പറയുന്ന സ്ഥലം അതെവിടെയാണ്? ബംഗാളിലെ ഒരു സ്ഥലമാണ് പ്ലാസി എന്നുള്ളത്. യുദ്ധം നടക്കുന്നത് 1757 ജൂൺ 23 ആരൊക്കെ തമ്മിലായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി സൈന്യവും ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയുടെ സൈന്യവും. അതായത് ബ്രിട്ടീഷുകാരും സിറാജുദ്ദൗളയും തമ്മിൽ നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ നിർണായകമായ യുദ്ധമായിരുന്നു ഇത്. അതായത് ബ്രിട്ടീഷുകാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ ഇന്ത്യയെ കീഴടക്കുന്നതിനുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു. വളരെ പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം. ഈ യുദ്ധത്തിന് പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവയാണ് ഇനി പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര ദുരുപയോഗങ്ങൾ. ഒന്നാമത്തത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര ദുരുപയോഗം. അതിലൊന്നാമത്തത് ദാസ്തക്കുകളുടെ ദുരുപയോഗം. ഇവിടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ നികുതിയില്ലാതെ വ്യാപാരം നടത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു പാസ്, അതിനാണ് ദാസ്തക്കുകൾ എന്ന് പറയുന്നത്. ഒരു പ്രത്യേകതരം പാസ്സായിരുന്നു. അങ്ങനെ നികുതിയില്ലാതെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരം നടത്തുവാനുള്ള പ്രത്യേകമായിട്ടുള്ള അവകാശമുണ്ടായിരുന്നു. അതിനെയാണ് ദാസ്തക്കുകൾ എന്ന് പറയുന്നത്. എന്നാൽ കമ്പനി ഉദ്യോഗസ്ഥർ ഇത് വ്യക്തിഗത വ്യാപാരങ്ങൾക്കും വേണ്ടി ദുരുപയോഗം ചെയ്തു. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വ്യക്തിപരമായിട്ടുള്ള വ്യാപാരത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പാസ് ദുരുപയോഗം ചെയ്തു. ഇത് ബംഗാൾ നവാബിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ വരുമാനത്തെ അത് ബാധിക്കുകയും വരുമാനം കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ദാസ്തക്കുകളുടെ ദുരുപയോഗം പ്ലാസി യുദ്ധത്തിന് കാരണമായിട്ടുണ്ട്. ഇനി രണ്ടാമതൊരു കാരണമാണ് നികുതി വെട്ടിപ്പ്. ബ്രിട്ടീഷ് കമ്പനിയിലെ ഉദ്യോഗസ്ഥരും വ്യാപാരികളും സാധാരണ നികുതികളും മറ്റുള്ള തീരുവകളും അടക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഇത് നവാബിൻ്റെ ഖജനാവിന് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബംഗാൾ നവാബിന് കിട്ടേണ്ട ഈ ടാക്സ് വരുമാനം ലഭിക്കാതെ വന്നു. ഇതും പ്ലാസി യുദ്ധത്തിന് കാരണമായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ഒരു കാര്യം രാഷ്ട്രീയ സംഘർഷങ്ങളാണ്. ഇവിടെ അതിലൊന്നാമത്തത് കൽക്കട്ടയിലെ
കോട്ടക്കെട്ട്, കൽക്കട്ടയിലെ കോട്ടക്കെട്ട്. ഇവിടെ നവാബിന്റെ അനുമതിയില്ലാതെ ബ്രിട്ടീഷുകാർ കൽക്കട്ടയിലെ ഫോർട്ട് വില്യം ശക്തിപ്പെടുത്തുവാൻ തുടങ്ങി. അതായത് ഫോർട്ട് വില്യം എന്ന് പറയുന്ന കൽക്കട്ട മൊത്തമായിട്ട് അവർ കോട്ട കെട്ടുവാൻ ഉദ്ദേശിച്ചു. കോട്ട കെട്ടിയത് ഇത് നവാബിന്റെ പരമാധികാരത്തോടുള്ള വെല്ലുവിളിയായി നവാബായിരുന്ന സിറാജ് ദൗള കണ്ടു. നവാബ് കോട്ടകൾ പൊളിച്ചു മാറ്റുവാൻ ഉത്തരവിട്ടെങ്കിലും ബ്രിട്ടീഷുകാർ അത് നിരസിച്ചു. ഇങ്ങനെ കൽക്കട്ടയിലുള്ള കോട്ടകെട്ടൽ പ്ലാസി യുദ്ധത്തിന് കാരണമായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യമാണ് നവാബിന്റെ ശത്രുക്കൾക്ക് അഭയം നൽകുക. നവാബിന്റെ ശത്രുക്കൾക്ക് അഭയം നൽകുക. നവാബിന്റെ രാഷ്ട്രീയ ശത്രുക്കൾക്ക്, പ്രത്യേകിച്ച് രാജവല്ലഭന്റെ മകനായ കൃഷ്ണദാസിന് ബ്രിട്ടീഷുകാർ കൽക്കട്ടയിൽ അഭയം നൽകിയിരുന്നു. ഇത് നവാബിനെ പ്രകോപിച്ചു. കാരണം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കൃഷ്ണദാസ് ധാരാളം സമ്പത്തുമായി നവാബിനെ വഞ്ചിച്ച് ഓടിപ്പോയ വ്യക്തിയായിരുന്നു. അപ്പം ഇങ്ങനെ നവാബിന്റെ ശത്രുക്കൾക്ക് അഭയം നൽകിയത്. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ മറ്റൊരു കാരണം ബ്രിട്ടീഷ് ആധിപത്യത്തിനായുള്ള ആഗ്രഹം. ബ്രിട്ടീഷ് ആധിപത്യത്തിനായുള്ള ആഗ്രഹം. ബംഗാളിലെ സമ്പന്നമായ വിഭവങ്ങളിലും വ്യാപാരത്തിലും കൂടുതൽ നിയന്ത്രണം സ്ഥാപിക്കുവാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഇതുവരെ പരിപൂർണമായിട്ടും വ്യാപാരം നടത്തുവാനല്ലാതെ, അതായത് നികുതി കെട്ടിയിട്ട് വേണം ബംഗാളിൽ വ്യാപാരം നടത്തുവാൻ. അപ്പോൾ അത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നേരെ മറിച്ച് ബംഗാൾ അവരുടെ കൈവശം വന്നു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാപാരം നടത്തുവാൻ സാധിക്കും. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ബംഗാളിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കണം എന്നുള്ളൊരു ആഗ്രഹവും ഈ പ്ലാസി യുദ്ധത്തിന് കാരണമായിട്ടുണ്ട്. സിറാജ് ദൗളയുടെ ഭരണത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ കഴിയില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നി. ഇനി മറ്റൊരു കാര്യമാണ് ഫ്രഞ്ചുകാരുമായി നവാബിനുള്ള അടുപ്പം. അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ കോളനിയായി സ്ഥാപിച്ച അവസരത്തിൽ തന്നെ ഇവിടെ ഫ്രഞ്ചുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ ബംഗാളിൽ ശക്തമായ സാന്നിധ്യമാണ് ഫ്രഞ്ചുകാർക്ക് ഉണ്ടായിരുന്നത്. ഇതൊരു പക്ഷേ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ നിന്നും ഫ്രഞ്ചുകാർ ഇന്ത്യയെ കോളനിയാക്കുമോ എന്നുള്ള ഭയം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അവിടെയുള്ള സിറാജ് ദൗള, നവാബായിരുന്ന സിറാജ് ദൗളക്ക് ഫ്രഞ്ചുകാരുമായി അതിശക്തമായ ബന്ധമുണ്ടായിരുന്നു. ഇത് ബ്രിട്ടീഷുകാരെ ആശങ്കപ്പെടുത്തി. യൂറോപ്പിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ 7 വർഷം യുദ്ധം നടന്നുകൊണ്ടിരുന്ന ഒരു സമയവുമായിരുന്നു ഈ ഒരു സമയം. അതുകൊണ്ട് തന്നെ ഈ സിറാജ് ദൗളയെ, നവാബിനെ എങ്ങനെയും കീഴ്പ്പെടുത്തി ബംഗാൾ സ്വന്തമാക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഇനി മറ്റൊരു കാര്യമാണ് വഞ്ചനയും ഗൂഢാലോചനയും. ബ്രിട്ടീഷ് കമാൻഡറായിരുന്ന റോബർട്ട് ക്ലൈവ് നവാബിന്റെ സൈന്യാധിപനുമായിരുന്ന മിർ ജാഫറുമായി, നവാബിന്റെ സൈന്യാധിപനായിരുന്നു മിർ ജാഫർ ആയിരുന്നു. ഈ മിർ ജാഫറുമായി ഒരു രഹസ്യ സഖ്യമുണ്ടാക്കി. അതെന്തായിരുന്നു? യുദ്ധം നടക്കുന്ന സമയത്ത് സിറാജ് ദൗളയെ ഒറ്റുകൊടുക്കാമെങ്കിൽ, സിറാജ് ദൗളയെ തോൽപ്പിച്ചതിന് ശേഷം മിർ ജാഫറിനെ ബംഗാളിന്റെ നവാബാക്കാമെന്ന് ക്ലൈവ് വാഗ്ദത്തം നൽകിയിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരു വഞ്ചനയിലൂടെ ഇവര് ഗൂഢാലോചന നടത്തി സിറാജ് ദൗളയെ പരാജയപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ യുദ്ധത്തിൽ മിർ ജാഫർ സിറാജ് ദൗളയെ ഒറ്റിക്കൊടുക്കുകയും ശേഷം സിറാജ് ദൗളയെ പിടിക്കുകയും അദ്ദേഹത്തിനെ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. ശേഷം മിർ ജാഫറിനാണ് അവിടെ ബംഗാളിന്റെ ഭരണം നൽകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വഞ്ചനയും ഗൂഢാലോചനയും നടത്തിയിട്ടുണ്ട്. മാത്രമല്ല മിർ ജാഫറിനെ കൂടാതെ റായ് ദുർലഭ് അതാരായിരുന്നു? സൈനിക കമാൻഡറായിരുന്നു. പിന്നെ ജഗത് സേത്ത് പ്രധാന ബാങ്കറായിരുന്നു. ഉമിചന്ദ് അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു. വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നവാബിന്റെ പ്രധാനപ്പെട്ട പ്രമുഖ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ബ്രിട്ടീഷുകാർ സ്വാധീനിക്കുകയും ഇതെല്ലാം അവിടുത്തെ നവാബായിരുന്ന സിറാജ് ദൗളയെ
തോൽപ്പിക്കുവാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു പ്ലാസി യുദ്ധത്തിന് കാരണമാവുകയും പ്ലാസി യുദ്ധം വിജയിക്കുവാനും ഇന്ത്യയെ സംബന്ധിച്ച് പ്ലാസി യുദ്ധം പരാജയപ്പെടുവാനും കാരണമായിട്ടുണ്ട്. ഈ കാരണങ്ങളെല്ലാം ചേർന്ന് സിറാജുദ്ദൗളയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു. പ്ലാസി യുദ്ധത്തിൽ മിർ ജാഫറിന്റെ വഞ്ചന കാരണം നവാബിന്റെ സൈന്യം ചിതറിപ്പോവുകയും ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഈ വിജയം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തുടക്കമായിട്ട് അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പ്ലാസി യുദ്ധത്തിന്റെ വിജയത്തോടു കൂടെയാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഇവിടെ ആരംഭം കുറിക്കുന്നത്. ഇനിയും നോട്ട്സ് ഒന്ന് എഴുതിയെടുക്കണം. പ്ലാസി യുദ്ധത്തിന്റെ കാരണങ്ങൾ: ഒന്നാമത്തത് ദാസ്തക്കുകളുടെ ദുരുപയോഗം, 2 നികുതി വെട്ടിപ്പ്, 3 കൽക്കട്ടയിലെ കോട്ട കെട്ടൽ, 4 നവാബിന്റെ ശത്രുക്കൾക്ക് അഭയം നൽകൽ, 5 ബ്രിട്ടീഷ് ആധിപത്യത്തിനായുള്ള ആഗ്രഹം, 6 വഞ്ചനയും ഗൂഢാലോചനയും, 7 ഫ്രഞ്ചുകാരുമായി നവാബിനുള്ള അടുപ്പം. ഈ കാര്യങ്ങളാണ് പ്ലാസി യുദ്ധത്തിന്റെ പരാജയത്തിനുള്ള കാരണങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് 49ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ബി ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ബി, എക്സ്പ്ലെയിൻ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് വുഡ്സ് ഡിസ്പാച്ച്. വുഡ് ഡിസ്പാച്ചിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ വിശദീകരിക്കുക. 1854 അന്നത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോർഡ് ഓഫ് കൺട്രോൾ പ്രസിഡന്റായിരുന്ന സർ ചാൾസ് വുഡ് ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭുവിന് അയച്ച ഒരു കത്താണ് വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വുഡ് ഡെസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രസിഡന്റായിരുന്ന സർ ചാൾസ് വുഡ് ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭുവിന് അയച്ച കത്തിനെയാണ് വുഡ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. ഈ വുഡ് ഡെസ്പാച്ച് ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പലപ്പോഴും ഈ വുഡ് ഡെസ്പാച്ചിനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതായത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാറ്റം കൊണ്ടുവന്നത് ഈ വുഡ് ഡെസ്പാച്ച് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനിയും ഈ വുഡ് ഡെസ്പാച്ചിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ഇനി പറയുന്നത്. അതിലൊന്നാമത്തത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പാശ്ചാത്യ അറിവ്, ശാസ്ത്രം, സാഹിത്യം, തത്വചിന്ത എന്നിവ ഇന്ത്യക്കാർക്ക് ലഭ്യമാക്കുക, അതുവഴി അവരെ ധാർമ്മികമായും ബൗദ്ധികമായും ഉന്നമിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അതായത് പ്രധാനമായിട്ടും അവർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് വുഡ് ഡെസ്പാച്ചിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ കാര്യമാണ് സ്കൂളിന്റെ തലങ്ങൾ. അതായത് വിദ്യാഭ്യാസം നൽകുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ തന്നെ പ്രൈമറി, ലോവർ പ്രൈമറി, LP, UP, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി എന്ന് പറയുന്നുണ്ടല്ലോ. അതേ രൂപത്തിൽ വ്യത്യസ്ത കാറ്റഗറി ആയിട്ട് വ്യത്യസ്ത തലങ്ങളാക്കിയിട്ട് തിരിച്ചിരുന്നു. അതിലൊന്നാമത്തത് പ്രാഥമികമാണ്. ഗ്രാമങ്ങളിൽ പ്രാഥമിക വിദ്യാലയങ്ങൾ സ്ഥാപിക്കുവാനും പ്രാദേശിക ഭാഷകൾ പഠന മാധ്യമമാക്കുവാനും ഇത് ശുപാർശ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോലെ തന്നെ LP വിദ്യാഭ്യാസം, ലോവർ പ്രൈമറി, പ്രാഥമിക വിദ്യാഭ്യാസം അതാത് പ്രദേശത്തെ ഭാഷ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം വിദ്യാഭ്യാസം നൽകേണ്ടത്. ഇനി രണ്ടാമത്തത് വരുന്നത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം. ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് ഭാഷയും പ്രാദേശിക ഭാഷയും പഠനമാധ്യമമായി ഉപയോഗിക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷ് ഭാഷയും നൽകാം, അതുപോലെ തന്നെ പ്രാഥമിക ഭാഷയും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇത് ഉന്നത വിദ്യാഭ്യാസം കോളേജുകളിലും സർവകലാശാലകളിലും യൂണിവേഴ്സിറ്റികളിലും ഇംഗ്ലീഷ് പഠന മാധ്യമമാക്കുവാൻ ഊന്നൽ നൽകി. അവിടെ നൽകേണ്ടത് യൂണിവേഴ്സിറ്റികളിലെല്ലാം അതുപോലെ കോളേജുകളിലെല്ലാം
ഇംഗ്ലീഷ് ഭാഷകളിലാണ് പഠനം നടത്തേണ്ടത് എന്ന് വുഡ് ഡെസ്പാച്ച് മുന്നോട്ട് വെച്ചു. ഇനി മൂന്നാമത്തെ കാര്യം വരുന്നത് വിദ്യാഭ്യാസ വകുപ്പുകളാണ്. വിദ്യാഭ്യാസ വകുപ്പുകൾ. ഇവിടെ ഓരോ പ്രവിശ്യയിലും ഒരു പ്രത്യേക വിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തു. പ്രവിശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ പ്രധാനമായിട്ടും ഒരു 4 ഭാഗങ്ങളാക്കി തിരിക്കുക. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്നിങ്ങനെ ഓരോ പ്രവിശ്യകളാക്കി തിരിക്കുകയും ഈ പ്രവിശ്യകളിൽ ഓരോ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, വിദ്യാഭ്യാസ വകുപ്പുകൾ സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തു. ഇത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഒരു ഏകീകൃത ഘടന കൊണ്ടുവരുന്നതിനും ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇപ്പോൾ ഓരോ പ്രവിശ്യയിലും ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ പ്രവിശ്യകളിലെ വിദ്യാഭ്യാസ പദ്ധതികളെല്ലാം ഒന്നിച്ച് കോർഡിനേഷൻ ചെയ്യുവാൻ സാധിക്കുമെന്നാണ് ഇതുകൊണ്ടുള്ള ലക്ഷ്യം. ഇനി നാലാമത്തെ കാര്യം സർവകലാശാലകളുടെ സ്ഥാപനം, യൂണിവേഴ്സിറ്റികളുടെ സ്ഥാപനമാണ്. അതിനെ സ്ഥാപിക്കുക. ലണ്ടൻ സർവകലാശാലയുടെ മാതൃകയിൽ കൊൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിക്കുവാൻ ഇത് ശുപാർശ ചെയ്തു. അപ്പോൾ വുഡ് ഡിസ്പാച്ച് മുന്നോട്ട് വച്ചിരുന്ന ഒരു ശുപാർശ ആയിരുന്നു സർവകലാശാല സ്ഥാപിക്കുക. അത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ മോഡലിൽ കൊൽക്കത്ത, ബോംബെ, മദ്രാസ് ഈ സ്ഥലങ്ങളിലാണ് സ്ഥാപിക്കേണ്ടത്. ഇതിന്റെ ഫലമായി 1857 3 സ്ഥലങ്ങളിലും സർവകലാശാലകൾ നിലവിൽ വന്നു. ഇത് 1 മാർക്കിന് മുമ്പ് 2 മാർക്കിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. കൊൽക്കത്ത, ബോംബെ, മദ്രാസ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റികൾ. കൊൽക്കത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബോംബെ, മദ്രാസ് ഇത് രണ്ടും എഴുതി കൊടുക്കാനാണ് ഉണ്ടായിരുന്നത്. വർഷം ഏതായിരുന്നു? 1857 3 സ്ഥലങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തെ കാര്യം. അഞ്ചാമത്തത് ഗ്രാൻഡ് ഇൻ എയ്ഡ് സിസ്റ്റം. ഇവിടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്ന സമ്പ്രദായം ആരംഭിക്കുവാൻ ഇത് നിർദ്ദേശിച്ചു. ഇപ്പോൾ നമ്മൾ എയ്ഡഡ് സ്കൂളുകളുണ്ടല്ലോ, അപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളുമുണ്ട്, എയ്ഡഡ് സ്കൂളുകളുമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സ്കൂളുകൾക്ക് ഗവൺമെൻറ് നേരിട്ട് സഹായങ്ങൾ നൽകുന്നുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഇത്തരം വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് വേണ്ട സഹായങ്ങൾ നൽകണമെന്ന് വുഡ് ഡെസ്പാച്ച് മുന്നോട്ട് വെച്ചു. ഇത് സ്വകാര്യ സംരംഭകരെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. ഇനി ആറാമത്തെ കാര്യമാണ് അധ്യാപക പരിശീലനം. അധ്യാപകർക്ക് മികച്ച പരിശീലനം നൽകേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും അതിനായി അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങുവാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും നല്ല വിദ്യാഭ്യാസം നൽകണമെങ്കിൽ ടീച്ചേഴ്സിന് അതിനുള്ള പരിശീലനങ്ങൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളൊക്കെ ആരംഭിക്കുകയും അതിനു വേണ്ട പരിശീലനങ്ങൾ നൽകുകയും ചെയ്യുവാൻ വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇനിയും ഏഴാമത്തെ കാര്യമാണ് സ്ത്രീ വിദ്യാഭ്യാസം. സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഡെസ്പാച്ച് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകണമെന്ന് വുഡ് ഡെസ്പാച്ച് എടുത്തു പറഞ്ഞു. ഇത് അക്കാലത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ ഒരു പുരോഗമനപരമായിട്ടുള്ള നിലപാടുകളായിരുന്നു. അതായത് ആ കാലഘട്ടങ്ങളിൽ പൊതുവായിട്ട് സ്ത്രീ വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നുള്ളൂ. ഇനി അതുപോരാ, പ്രാഥമികവും പിന്നെ അതിൻ്റെ മുകളിൽ ഹയർ സെക്കൻഡറിയും പിന്നെ അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസവുമെല്ലാം സ്ത്രീകൾക്കും നൽകണം എന്നുള്ള ഒരു ശുപാർശ ഈ വുഡ് ഡെസ്പാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി എട്ടാമത്തെ കാര്യമാണ് മതനിരപേക്ഷ വിദ്യാഭ്യാസം. സർക്കാർ വിദ്യാലയങ്ങളിൽ മതപരമായ പഠനങ്ങൾ നിർബന്ധമാക്കരുത്. മാത്രമല്ല മതനിരപേക്ഷമായ ഒരു പഠന രീതി പ്രോത്സാഹിപ്പിക്കണമെന്നും ഇത് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതായത് മതങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഗവൺമെൻറ് വിദ്യാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളിൽ മതപരമായിട്ടുള്ള പഠനങ്ങൾ പഠിപ്പിക്കരുത്. മറിച്ച് മതനിരപേക്ഷമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എല്ലാ മതങ്ങൾക്കും ഉൾക്കൊള്ളുവാൻ പറ്റാവുന്ന കാര്യങ്ങളെ പഠിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ.
മാത്രമല്ല മതനിരപേക്ഷമായ പഠന രീതിയെ പ്രോത്സാഹിപ്പിക്കുവാനും വുഡ് ഡെസ്പാച്ച് മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒമ്പതാമത്തെ കാര്യം വരുന്നത് താഴ്ന്ന തലങ്ങളിലേക്ക് വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുക. താഴ്ന്ന തലങ്ങളിലേക്ക് വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുക. ഇതിനു വേണ്ടിയിട്ട് മെക്കാളയുടെ ഒരു തിയറി ആയിരുന്നു ഡോൺവേർഡ് ഫിൽട്രേഷൻ തിയറി. അതായത് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവരിൽ നിന്ന് അറിവ് താഴെ തലങ്ങളിലേക്ക് ഊറി വരും എന്നുള്ള സിദ്ധാന്തം. അതായത് വിദ്യാഭ്യാസം ലഭിച്ച ആളുകൾ താഴെയുള്ള വിദ്യാഭ്യാസം ലഭിക്കാത്ത ആളുകളിലേക്ക് അറിവ് പകർന്നു കൊടുക്കുക. ആ ഒരു സിദ്ധാന്തമായിരുന്നു ഡോൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തിയറിയെ ഇദ്ദേഹം തള്ളി പറഞ്ഞു. കാരണം സാധാരണ ജനങ്ങൾക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്നാണ് ഇത് വാദിച്ചത്. അതായത് വെറുതെ കുറച്ച് ആളുകൾക്ക് പരിശീലനം നൽകി അവർ സൗജന്യമായിട്ട് മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ള സമ്പ്രദായമായിരുന്നു. അതാകുമ്പോൾ ഒരു ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ നിർബന്ധമായ രീതിയിൽ താഴ്ന്ന തട്ടിലേക്ക് വിദ്യാഭ്യാസം എത്തുകയില്ല. അതിന് പകരമായിട്ടാണ് താഴ്ന്ന തട്ടിലേക്ക് വിദ്യാഭ്യാസം എത്താവുന്ന രീതിയിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് അദ്ദേഹം മുന്നോട്ട് വച്ചത്. വുഡ് ഡെസ്പാച്ച് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു രൂപരേഖ നൽകി. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസ രീതി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് വുഡ് ഡെസ്പാച്ച് ഇത്തരത്തിലുള്ള ശുപാർശകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്ഷണൽ മൊഡ്യൂള് 6A ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓപ്ഷണൽ മൊഡ്യൂള് 6A ക്വസ്റ്റ്യനാണ്. ഒന്ന് നോക്കൂ. വാട്ട് വർ ദ ഇമ്പോർട്ടൻ്റ് കണ്ടീഷൻ ഓഫ് സബ്സിഡിയറി അലയൻസ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് ആൻഡ് നേറ്റീവ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്? ബ്രിട്ടീഷുകാർക്കും തദ്ദേശീയ നാട്ടുരാജ്യങ്ങൾക്കുമിടയിലുള്ള സബ്സിഡിയറി സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തെല്ലാമായിരുന്നു? ഇവിടെ വരുന്നത് സബ്സിഡിയറി സഖ്യത്തിൻ്റെ വ്യവസ്ഥകൾ എന്തെല്ലാമായിരുന്നു? ഇവിടെ അതിൻ്റെ ആൻസർ നോക്കൂ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്ന റിച്ചാർഡ് വെല്ലസി പ്രഭുവാണ് ഈ സബ്സിഡിയറി അലയൻസ് സിസ്റ്റം കൊണ്ടുവന്നത്. 1798 വർഷം ഓർത്ത് വെക്കണം. 1798 ആവിഷ്കരിച്ച ഒരു നയമാണ് സൈനിക സഹായ വ്യവസ്ഥ. വെല്ലസി പ്രഭു 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് കേട്ടോ. ഇവിടെ 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഒന്ന്, ആളുടെ പേരെന്താണ്? റിച്ചാർഡ് വെല്ലസി പ്രഭു. വർഷം ഏതാണ്? 1798. കൊണ്ടുവന്ന നയം സൈനിക സഹായ വ്യവസ്ഥ, സബ്സിഡിയറി അലയൻസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാക്കുവാനും സാമ്രാജ്യം വികസിപ്പിക്കുവാനും ലക്ഷ്യമിട്ടാണ് ഇത് നടപ്പിലാക്കിയത്. ബ്രിട്ടീഷുകാർ അവരുടെ ഭരണം ഇന്ത്യയിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത നയങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊരു നയമായിരുന്നു അല്ലെങ്കിൽ ഒരു രീതിയായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. ഇനി അതിൽ വരുന്നത് സൈനിക സഹായ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട നിബന്ധനകളാണ്. ഫസ്റ്റ് ഒന്നാമത്തത് ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്തുക. വ്യവസ്ഥയിൽ ഒപ്പുവെക്കുന്ന നാട്ടുരാജാവ് സ്വന്തം സൈന്യത്തെ പിരിച്ചുവിടുകയും ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഒരു സ്ഥിരം യൂണിറ്റിന് തൻ്റെ രാജ്യത്ത് നിലനിർത്താൻ സമ്മതിക്കുകയും വേണം. ഒന്നാമത്തെ കാര്യം ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്തുക. ഇനി ഇങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ സൈന്യത്തിൻ്റെ ചെലവ് ആര് വഹിക്കണം? ആ നാട്ടുരാജാവ് വഹിക്കണം. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ പരിപാലനത്തിലുള്ള ചെലവുകൾ നാട്ടുരാജാവ് വഹിക്കണം. ഇതിനായി ഒരു നിശ്ചിത തുക ബ്രിട്ടീഷുകാർക്ക് നൽകുകയോ അല്ലെങ്കിൽ അതിന് പകരമായി തൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുകയോ ചെയ്യണം. ചില സമയത്ത് ഭൂമി വിട്ടുകൊടുക്കുന്നതായിരുന്നു പതിവ്. ഈ ടാക്സ് പോലെ അല്ലെങ്കിൽ ഒരു തുക എമൗണ്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ചില ഭാഗങ്ങൾ വിട്ടുകൊടുക്കുകയായിരുന്നു പതിവ്.
അപ്പം അങ്ങനെ ഓരോ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർ കൈക്കലാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ബ്രിട്ടീഷ് റെസിഡന്റ്. ഇവിടെ നാട്ടുരാജാവിൻ്റെ തലസ്ഥാനത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ, അതായത് ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കുവാൻ സമ്മതിക്കണം. ഈ റെസിഡന്റ് ആയിരിക്കും ആ നാട്ടുരാജ്യത്തിൻ്റെ ഈ റെസിഡന്റ് നാട്ടുരാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ അവർ പറഞ്ഞിരുന്നുവെങ്കിലും പ്രായോഗികമായി അവർ നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. അതായത് ആദ്യഘട്ടങ്ങളിലെല്ലാം ഒരു രാജ്യത്തിൻ്റെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതൊരു പാഴ്വാക്കായിരുന്നു. പിന്നീട് ഈ റെസിഡന്റിൻ്റെ തീരുമാനപ്രകാരമാണ് ആ രാജ്യത്തുള്ള ഓരോ കാര്യങ്ങളും നടന്നിരുന്നത്. വ്യവസ്ഥയിലെ മൂന്നാമത്തെ കാര്യം വിദേശകാര്യ നിയന്ത്രണം. നാട്ടുരാജാവിന് മറ്റു ഇന്ത്യൻ രാജ്യങ്ങളുമായോ മറ്റു വിദേശ ശക്തികളുമായോ നേരിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുവാൻ അനുവാദമില്ല. നയതന്ത്ര ബന്ധം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടം, മറ്റു കാര്യങ്ങൾക്കാണ് നയതന്ത്ര ബന്ധം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ കരാറിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവിന് ഇന്ത്യയിലെ തന്നെ മറ്റുള്ള നാട്ടുരാജ്യങ്ങളുമായോ അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളുമായിട്ടോ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊന്നും നയതന്ത്ര ബന്ധങ്ങളിൽ ഏർപ്പെടുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. എല്ലാ വിദേശ ബന്ധങ്ങളും ബ്രിട്ടീഷുകാരുടെ അനുമതിയോടുകൂടി മാത്രമായിരിക്കണം. ഇത് ബ്രിട്ടീഷുകാർക്ക് മറ്റ് യൂറോപ്യൻ ശക്തികളുടെ, പ്രത്യേകിച്ച് ഫ്രഞ്ചുകാരുടെ സ്വാധീനം കുറക്കുവാൻ സഹായിച്ചിരുന്നു. ഫ്രഞ്ചുകാരാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഒരു തലവേദനയായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നപ്പോൾ ഫ്രഞ്ചുകാരുടെയൊക്കെ ശക്തി കുറക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ കാര്യം, മറ്റ് യൂറോപ്യന്മാരെ പുറത്താക്കുക. നാട്ടുരാജാവ് ബ്രിട്ടീഷുകാരല്ലാത്ത മറ്റ് യൂറോപ്യന്മാരെ, പ്രധാനമായിട്ടും ഫ്രഞ്ചുകാരെ തൻ്റെ സൈന്യത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭരണത്തിൽ നിന്നോ പുറത്താക്കണമായിരുന്നു. അഞ്ചാമത്തെ കാര്യം ബ്രിട്ടീഷ് സംരക്ഷണം. ഈ വ്യവസ്ഥകൾക്ക് പകരമായി ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യത്തിന് ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും അതുപോലെ ആഭ്യന്തര കലാപങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പോൾ നാട്ടുരാജാവ് തൻ്റെ സൈന്യത്തെ പിരിച്ചുവിടുകയും അവിടെ ബ്രിട്ടീഷ് സൈന്യം നിലനിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആഭ്യന്തരമായിട്ടോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ ആക്രമണങ്ങളിൽ നിന്നും കലാപങ്ങളിൽ നിന്നുമെല്ലാം ബ്രിട്ടീഷ് സൈന്യം ഇവരെ, ഈ രാജ്യങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ കാര്യങ്ങളൊക്കെയാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ പറയുന്ന കാര്യങ്ങൾ. കാര്യങ്ങൾ അതാണ്. ഇനി പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥയുടെ ഫലങ്ങൾ, അനന്തരഫലങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത്, നാട്ടുരാജ്യങ്ങളുടെ പരമാധികാരം നഷ്ടപ്പെട്ടു. ഇവിടെ സൈനിക വ്യവസ്ഥ കാരണം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്ക് തങ്ങളുടെ സൈനിക വിദേശകാര്യ വിഷയങ്ങളിൽ പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവർ ബ്രിട്ടീഷുകാരുടെ സംരക്ഷിത രാജ്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ നേരത്തെ അവരുടെ ഒരു പ്രതിനിധിയെ, റെസിഡന്റിനെ അവിടെ തലസ്ഥാനത്ത് സ്ഥാപിക്കണമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആ ഇന്ത്യയുടെ പല കാര്യങ്ങളും, ആഭ്യന്തരമായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെ സമ്മതമുണ്ടെങ്കിലേ നടപ്പിലാക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ. കാലക്രമേണ ഓരോ രാജാവിൻ്റെയും പരമാധികാരം എന്നുള്ളത് നഷ്ടപ്പെട്ടു. രാജാവാണ്, പക്ഷെ അദ്ദേഹത്തിനുണ്ടായിരുന്ന പരമാധികാരം പിന്നീട് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇനി മറ്റൊരു കാര്യം, രണ്ടാമത്തത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വികാസം. ഈ സൈനിക സഹായ വ്യവസ്ഥ നയം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചടക്കാതെ തന്നെ തങ്ങളുടെ സൈനിക രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. ഓരോ നാട്ടുരാജ്യങ്ങളോടും യുദ്ധം ചെയ്യാതെ തന്നെ ബ്രിട്ടീഷുകാരുടെ സൈനിക രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ഇനി മറ്റൊരു ഫലമാണ് സാമ്പത്തിക ഭാരം. ബ്രിട്ടീഷ് സൈന്യത്തെ പരിപാലിക്കുന്നതിനും മറ്റുമായിട്ട് സാമ്പത്തിക ബാധ്യത നാട്ടുരാജ്യങ്ങൾക്ക് വലിയ ഭാരമായി മാറി. ബ്രിട്ടീഷ്
ബ്രിട്ടീഷ് രാജ്യത്തിന് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സംബന്ധിച്ച് ഈ സൈനികരെയൊക്കെ പരിപാലിക്കുക എന്നുള്ളത് വലിയ ഒരു ചെലവായിരുന്നു. ആ ചെലവ് പിന്നീട് ആരുടെ മേലിൽ ബാധ്യതയായി? നാട്ടുരാജാവിൻ്റെ മേലിൽ ബാധ്യതയായി. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യത നാട്ടുരാജ്യങ്ങൾക്ക് വലിയ ഭാരമായി മാറി. പലപ്പോഴും ഇത് അവരുടെ സാമ്പത്തിക നിലയെ തന്നെ തകർക്കുകയുണ്ടായി. ഇനി മറ്റൊരു കാര്യമാണ് തൊഴിലില്ലായ്മ. നാട്ടുരാജാക്കന്മാർ സ്വന്തം സൈന്യത്തെ പിരിച്ചുവിട്ടത് ആയിരക്കണക്കിന് സൈനികർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് സൈനിക സഹായ വ്യവസ്ഥയുടെ ഫലങ്ങളായിട്ട് വരുന്നത്. ഹൈദരാബാദിലെ നിസാമായിരുന്ന ഈ സൈനിക സഹായ വ്യവസ്ഥ ആദ്യം അംഗീകരിച്ച നാട്ടുരാജാവ്. ഹൈദരാബാദിലെ നിസാമാണ് സൈനിക സഹായ വ്യവസ്ഥ ആദ്യമായി അംഗീകരിച്ച നാട്ടുരാജാവ്. വർഷം 1798 പിന്നീട് മൈസൂർ, തഞ്ചാവൂർ, ഔധ്, അതുപോലെ പല മറാഠ നാട്ടുരാജ്യങ്ങളും ഈ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചു. ഈ നയം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കുന്നതിൽ നിർണായകമായ പങ്കാണ് വഹിച്ചത്. പിന്നീട് അങ്ങോട്ട് പല പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ കീഴിൽ വരുവാൻ കാരണമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇതിൻ്റെ നോട്ട്സുകൾ ഒന്ന് എഴുതിയെടുക്കട്ടോ. സൈനിക സഹായ വ്യവസ്ഥയുടെ നിബന്ധനകൾ: ഒന്നാമത്തത്, ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്തുക. 2, സൈന്യത്തിൻ്റെ ചെലവ് വഹിക്കുക. 3, ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ നിലനിർത്തുക. 4, വിദേശകാര്യ നിയന്ത്രണം. 5, മറ്റ് യൂറോപ്യന്മാരെ പുറത്താക്കുക. 6, ബ്രിട്ടീഷ് സംരക്ഷണം. നോട്ട്സ് എഴുതിയെടുക്കുക. ഇനി സൈനിക സഹായ വ്യവസ്ഥയുടെ ഫലങ്ങൾ. ഒന്നാമത്തത്, നാട്ടുരാജ്യങ്ങളുടെ പരമാധികാരം നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വികാസം, സാമ്പത്തിക ഭാരം, തൊഴിലില്ലായ്മ. ഇനി നെക്സ്റ്റ് 50ാമത്തെ തന്നെ ബി ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ചേഞ്ചസ് ദ ബ്രിട്ടീഷ് ബ്രോട്ട് ഇൻ ഇന്ത്യ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു വെസ്റ്റേണൈസ് ഇന്ത്യ ബിറ്റ്വീൻ 1820 to 1815? 1820, 1850 കാലഘട്ടത്തിൽ ഇന്ത്യയെ പാശ്ചാത്യവൽക്കരിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള സാമൂഹിക മാറ്റങ്ങൾ എന്തെല്ലാമായിരുന്നു? അതിൻ്റെ ആൻസർ നോക്കൂ. 1820-നും 1850-നും ഇടയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പാശ്ചാത്യവൽക്കരണം ലക്ഷ്യമിട്ട് നിരവധി സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവയാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം വരുന്നത് സതി നിരോധനം. അതിൻ്റെ വർഷം 1829. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണങ്ങളിലൊന്നായിരുന്നു സതി നിരോധനം. സതി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയെ ചിതയിൽ ചാടി മരിക്കുവാൻ നിർബന്ധിക്കുന്ന ക്രൂരമായ ആചാരമായിരുന്നു സതി. ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്ന ഒരു സമ്പ്രദായമാണ് സതി. ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ഇതിനെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൽ ബ്രിട്ടീഷുകാർ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ് പോലുള്ള ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താക്കളുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് അന്നത്തെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭു 1829 സതി നിയമം മൂലം നിരോധിച്ചത്. അപ്പോൾ സതി നിരോധന നിയമം കൊണ്ടുവന്നു. ഇത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ബ്രിട്ടീഷുകാർ കണ്ടത്. അപ്പോൾ 1829 വില്യം ബെൻഡിക് പ്രഭുവാണ്, ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭുവാണ് സതി നിരോധന നിയമം കൊണ്ടുവന്നത്. വർഷം 1829. ഇനി നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ കാര്യം ശിശുഹത്യ നിരോധനം. പെൺകുട്ടികളെ ജനിച്ചയുടൻ കൊല്ലുന്ന ആചാരം ഇന്ത്യയിൽ ചില ഭാഗങ്ങളിൽ നിലനിന്നിരുന്നു. അതിനെയാണ് ശിശുഹത്യ എന്ന് പറയുന്നത്. ഇത് 1795, 1702, 1804 വർഷങ്ങളിൽ ഈ ദുരാചരണത്തിനെതിരെ ബ്രിട്ടീഷുകാർ
നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. 1830കളിൽ വില്യം ബെന്റിക് പ്രഭു ഈ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി. അതോടുകൂടെ ശിശുഹത്യ നിരോധനം പൂർണ്ണമായി ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇനി മറ്റൊരു കാര്യമാണ് മൂന്നാമത്തത്, ഡഗ്ഗികളെ അടിച്ചമർത്തുക. യാത്രക്കാരെ കൊള്ളയടിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു ഡഗ്ഗികൾ. ഈ ഡഗ്ഗി എന്നറിയപ്പെടുന്ന സംഘങ്ങളെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ നടപടിയെടുത്തു. ഇത് സമൂഹത്തിൽ ക്രമസമാധാനം ഉറപ്പിക്കുവാൻ സഹായിച്ചു. വില്യം ബെന്റിക് പ്രഭുവും കേണൽ സ്ലീമാനും ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഡഗ്ഗികളെ അടിച്ചമർത്തൽ. ഇനി നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ കാര്യം, അടിമത്തം നിർത്തലാക്കുക. യൂറോപ്പിൽ അടിമത്തം നിർത്തലാക്കിയതിന് സമാനമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലും അടിമത്തം ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ചു. ഇതിനുവേണ്ടി 1843 ഇന്ത്യൻ സ്ലേവറി ആക്ട് വഴി അടിമത്തം നിയമവിരുദ്ധമാക്കി. നാലാമത്തെ കാര്യം, അടിമത്തം നിർത്തലാക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം, വിധവ പുനർവിവാഹ നിയമം. 1856 ഈ നിയമം പാസ്സാക്കിയുള്ളത്. ഈ കാലഘട്ടത്തിന്റെ അവസാനത്തോടു കൂടി 1856 ഈ നിയമം വന്നുവെങ്കിലും ഇതിനുള്ള ശ്രമങ്ങൾ 1820 1850 ഇടയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1820-50 കാലഘട്ടങ്ങളിൽ വിധവ പുനർവിവാഹ നിയമം നടപ്പിൽ കൊണ്ടുവരുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് പാസ്സായത് എന്നാണ് 1856 വിധവകൾ പുനർവിവാഹം ചെയ്യാൻ അനുമതി നൽകുന്നതായിരുന്നു. വിധവകൾക്ക് പുനർവിവാഹം ചെയ്യാൻ അനുമതി നൽകുകയായിരുന്നു ഈ നിയമം. ഈശ്വരചന്ദ്ര വിദ്യാസാഗറെ പോലുള്ള ഇന്ത്യൻ പരിഷ്കർത്താക്കൾ ഇതിന് വേണ്ടി വലിയ പ്രയത്നം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുനർവിവാഹ നിയമം കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് വളരെ കഠിന ശ്രമം നടത്തിയ ഒരു ഇന്ത്യൻ നേതാവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇനി നെക്സ്റ്റ് ആറാമത്തത്, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യയിൽ സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുണ്ടായിരുന്നു. മിഷണറിമാരുടെ നേതൃത്വത്തിൽ പലയിടത്തും പെൺകുട്ടികൾക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെ ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസങ്ങളെ ലഭിച്ചിരുന്നുള്ളൂ എങ്കിൽ പിന്നീട് ഹയർ സെക്കൻഡറിയും പിന്നെ യൂണിവേഴ്സിറ്റി തലങ്ങളിലുള്ള പഠനങ്ങളും നടത്തുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. 1849 JED ബേത്തൂൺ കൽക്കട്ടയിൽ ഒരു പെൺകുട്ടികളുടെ സ്കൂൾ സ്ഥാപിച്ചത് ഈ പ്രവണതയ്ക്ക് ഒരു ഉദാഹരണമാണ്. മാത്രമല്ല, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലോ, ഗുഡ്സ് ഡെസ്പാച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ബ്രിട്ടീഷുകാരുടെ പരിഷ്കരണത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇനി മറ്റൊന്നാണ്, ഏഴാമത്തെ കാര്യമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇന്ത്യക്കാരെ പാശ്ചാത്യ ചിന്തകളുമായി അടുപ്പിക്കാൻ ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുണ്ടായിരുന്നു. 1835 മെക്കാളയുടെ മിനിറ്റ്സ് ഇപ്രകാരം ഇംഗ്ലീഷ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രധാന മാധ്യമമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെ അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെല്ലാം ജോലി ചെയ്യുന്ന ആളുകളെ, ക്ലർക്കുമാരൊക്കെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഭാഷ അറിയുന്ന ആളുകളെ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് മെക്കാളെ മുന്നോട്ട് വച്ചിരുന്ന ഒരു നിർദ്ദേശമായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇനി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആധുനിക പാശ്ചാത്യ ശാസ്ത്രം, അതുപോലെ പാശ്ചാത്യ ശാസ്ത്രം, സാഹിത്യം, നിയമം എന്നിവയെക്കുറിച്ച് പഠിക്കുവാൻ ഇന്ത്യക്കാർക്ക് അവസരം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന കാര്യമാണ് എട്ടാമത്തെ കാര്യം, മതപരമായ വിവേചനം അവസാനിപ്പിക്കുക.
ഒരാൾ മതം മാറിയത് കൊണ്ട് മാത്രം പൂർവിക സ്വത്തിനുള്ള അവകാശം നഷ്ടപ്പെടുമെന്ന അവസ്ഥ ഇല്ലാതാക്കുന്ന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. 1850 ഈ നിയമം കൊണ്ടുവന്നത്. ഇത് മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ചിലർ വിമർശിച്ചുവെങ്കിലും ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടിൽ ഇത് തുല്യത ഉറപ്പാക്കുവാനുള്ള ഒരു നടപടിയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ മതം മാറിക്കഴിഞ്ഞാൽ പൂർവിക സ്വത്തിനുള്ള അവകാശം നഷ്ടപ്പെടുമെന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് മതപരമായ വിവേചനം അവസാനിപ്പിക്കുക എന്നുള്ള നിയമം 1850 ബ്രിട്ടീഷുകാർ പാസാക്കിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. ഈ മാറ്റങ്ങളെല്ലാം ഇന്ത്യൻ സാമൂഹിക സ്ഥാപനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചില പരിഷ്കരണങ്ങൾ ഇന്ത്യൻ സമൂഹത്തിലെ ദുരാചാരങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിച്ചപ്പോൾ മറ്റു ചിലത് പാശ്ചാത്യ ആശയങ്ങളെയും വിദ്യാഭ്യാസത്തെയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇത് ഭാവിയിലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. എന്നാൽ പലപ്പോഴും ഈ മാറ്റങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ എതിർപ്പുകളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ ഇന്ത്യയുടെ പഴയ രീതിയിലുള്ള ഒരു പാരമ്പര്യമായിട്ടുള്ള പല ദുരാചാരങ്ങളൊക്കെ ഇല്ലാതാക്കുവാൻ കാരണമായിട്ടുണ്ട് എങ്കിൽ പോലും ഇന്ത്യയിലേക്ക് പാശ്ചാത്യ ആശയങ്ങൾ കൊണ്ടുവരുവാൻ ഇതവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് എതിർപ്പും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾക്ക് ബ്രിട്ടീഷുകാരോട് എതിർപ്പും ഉണ്ടായിട്ടുണ്ട്. അതേസമയം അനുകൂലിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്ഷണൽ മൊഡ്യൂൾ 6B ക്വസ്റ്റ്യനാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. ഹൗ ഡസ് ദ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് റിഫ്ലക്റ്റ് കൾച്ചർ? ഇന്ത്യൻ സംസ്കാരത്തെ തുണിത്തരങ്ങൾ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? അതിൻ്റെ ആൻസർ നോക്കൂ. ഇന്ത്യൻ വസ്ത്രങ്ങൾ അവിടുത്തെ സമ്പന്നമായ സംസ്കാരത്തെയും വൈവിധ്യത്തെയും വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ തനതായ വസ്ത്രധാരണ രീതികളും നെയ്ത്ത് പാരമ്പര്യങ്ങളും ഉണ്ടായിരിക്കും. ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും അനുസരിച്ച് ആ പ്രദേശത്തിൻ്റേതായിട്ടുള്ള തനതായ വസ്ത്രരീതികൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നെയ്ത്ത് രീതികൾ ഉണ്ടായിരിക്കും. മാത്രമല്ല അവിടുത്തെ ചരിത്രം, മതം, സാമൂഹിക ഘടന, കാലാവസ്ഥ, ഭൗതിക സാഹചര്യങ്ങൾ എന്നിവയെല്ലാം ഈ വസ്ത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഒന്നും വേണ്ട, അപ്പം നമ്മുടെ കേരളത്തിലുള്ള അതേ വസ്ത്ര രീതിയാണോ തമിഴ്നാട്ടിലുണ്ടാവുക? അല്ലല്ലോ. അതുപോലെ കർണാടകയിൽ, ഇനി കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, ബീഹാർ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി മാത്രമല്ല മതപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കൾ ധരിക്കുന്ന അതേ വസ്ത്രമല്ല മുസ്ലിങ്ങൾ ധരിക്കുക. ക്രിസ്ത്യൻസ് ഇവരുടെ ഇടയിലൊക്കെ വസ്ത്രങ്ങളിൽ നിന്ന് അവരുടെ മതത്തെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്ത്യൻ വസ്ത്രങ്ങൾ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തത് വൈവിധ്യവും പ്രാദേശികതയും. ഒന്നാമത്തെ കാര്യം വൈവിധ്യവും പ്രാദേശികതയും. ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തിനും തനതായ വസ്ത്രധാരണ രീതികളുണ്ട്. ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ പാരമ്പര്യമായിട്ടുള്ള ഒരു വസ്ത്ര രീതിയുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ സെറ്റ് സാരി മുണ്ടും, കേരളത്തിൻ്റെ രീതി ഏതാണ്? സെറ്റ് സാരി മുണ്ടും അതൊരു പരമ്പരാഗത വസ്ത്രമാണ്. അതുപോലെ രാജസ്ഥാനിലെ ലെഹങ്കയും ടർബനും, പഞ്ചാബിലെ സൽവാറും കമീസും, പിന്നെ പശ്ചിമ ബംഗാളിലെ ടാൻഡും സാരി, ഇവയെല്ലാം അവിടുത്തെ പ്രാദേശിക സംസ്കാരങ്ങളെയും കാലാവസ്ഥയെയും ജീവിത രീതികളെയും പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഈ വസ്ത്ര രീതിയെല്ലാം അവരുടെ പരമ്പരാഗതമായ അല്ലെങ്കിൽ പ്രാദേശികമായ സംസ്കാരങ്ങളെയാണ് സ്വാധീനിക്കുന്നത്. ഓരോ പ്രദേശത്തെയും നെയ്ത്ത് രീതികൾ, നിറങ്ങൾ, ഡിസൈനുകൾ എന്നിവയെല്ലാം അവിടുത്തെ പ്രത്യേകതകൾ വെളിവാക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം വൈവിധ്യവും അതുപോലെ പ്രാദേശികതയും. ഇനി നെക്സ്റ്റ് വരുന്നത് ചരിത്രവും പാരമ്പര്യവും. പുരാതന കാലം മുതൽക്ക് ഇന്ത്യയിൽ വസ്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു.
സിന്ധു നദീതട സംസ്കാരം മുതലുള്ള പുരാവസ്തു ഗവേഷണങ്ങളിൽ വസ്ത്രങ്ങളുടെ അവശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സിന്ധു നദീതട സംസ്കാര കാലഘട്ടം മുതൽ തന്നെ വസ്ത്രത്തിൻ്റെ ഉപയോഗമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലെയും ഭരണാധികാരികളുടെയും സമൂഹത്തിൻ്റെയും സ്വാധീനം വസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്, കാണുവാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് മുഗൾ കാലഘട്ടത്തിലെ വസ്ത്രങ്ങളിൽ പേർഷ്യൻ സ്വാധീനം കാണുവാൻ സാധിക്കും. അതായത് മുഗൾ രാജാക്കന്മാർ പേർഷ്യ, അതായത് അറേബ്യൻ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ രാജാക്കന്മാരോ അവരുടെ വസ്ത്രരീതി വേറെയായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ആഘോഷങ്ങളും മതപരമായ പ്രാധാന്യവും. ഇന്ത്യയിൽ ആഘോഷങ്ങൾക്കും മതപരമായ ചടങ്ങുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഓരോ ആഘോഷത്തിനും പ്രത്യേക വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും. ആഘോഷങ്ങൾ, വിവാഹങ്ങളാകുമ്പോൾ, ഉത്സവങ്ങൾ, പൂജകൾ തുടങ്ങിയ അവസരങ്ങളിൽ ആളുകൾ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഈ വസ്ത്രങ്ങൾക്ക് പ്രത്യേക നിറങ്ങളും ഡിസൈനുകളും ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ വിവാഹങ്ങൾക്ക് കടും നിറങ്ങളിലുള്ള പട്ടുവസ്ത്രങ്ങൾ ധരിക്കുന്നത് സാധാരണമാണ്. ഇനി മതപരമായ പരിപാടികളാണെങ്കിൽ അതായത് മതത്തിനോട് യോജിക്കുന്ന വസ്ത്രങ്ങളും ധരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് നെയ്ത്ത് രീതികളും കരകൗശലവും. ഇന്ത്യയുടെ നെയ്ത്ത് പാരമ്പര്യം വളരെ പ്രസിദ്ധമാണ്. ഓരോ പ്രദേശത്തും വ്യത്യസ്ത നെയ്ത്ത് രീതികളുണ്ട്. കാഞ്ചീപുരം പട്ട്, ബനാറസി പട്ട്, ചന്ദേരി പട്ട്, ഇക്കത്ത്, ബ്ലോക്ക് പ്രിന്റിങ്, എംബ്രോയ്ഡറി തുടങ്ങിയവയെല്ലാം ഇന്ത്യയുടെ തനതായിട്ടുള്ള കരകൗശല വൈദഗ്ധ്യത്തെയും കലാപരമായ കാഴ്ചപ്പാടിനെയും വെളിവാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നെയ്ത്ത് രീതികളിൽ പലതും തലമുറകളായി കൈമാറി വന്നതാണ്. അപ്പോൾ ഈ ഓരോ രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ അതാത് പ്രദേശത്തിൻ്റെ നെയ്ത്ത് രീതികളും കരകൗശല വൈദഗ്ധ്യവും കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് സാമൂഹിക പദവി. മുൻകാലങ്ങളിൽ വസ്ത്രങ്ങൾ സാമൂഹിക പദവിയെയും വരുമാനത്തെയും സൂചിപ്പിച്ചിരുന്നു. ഓരോ വിഭാഗം ആളുകൾക്കും അവരുടെ സാമൂഹിക നിലവാരത്തിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമാണല്ലോ, അവരുടെ ഓരോ ആളുകളുടെയും വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിനനുസരിച്ച് വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക. സമ്പത്ത് കുറഞ്ഞ ആളുകളാണെങ്കിൽ കുറഞ്ഞ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു രീതിയെല്ലാം ഉണ്ടായിരുന്നു. ഇന്നും പരമ്പരാഗത ചടങ്ങുകളിൽ വസ്ത്രങ്ങൾ സാമൂഹിക പ്രാധാന്യം സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ ഓരോ പദവിക്കനുസരിച്ച് അവരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വസ്ത്ര രീതിയിൽ തന്നെ അല്ലെങ്കിൽ വസ്ത്രം നോക്കിയാൽ തന്നെ അവരുടെ സാമൂഹിക രീതികൾ, സംസ്കാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. ഇനി നെക്സ്റ്റ് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും. ചില വസ്ത്രങ്ങൾക്ക് മതപരമോ വിശ്വാസപരമോ ആയ പ്രാധാന്യമുണ്ട്. ചില നിറങ്ങളും രൂപങ്ങളും ചില ദൈവങ്ങളുമായും ആചാരങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എക്സാമ്പിള്, ചില മതപരമായ ചടങ്ങുകളിൽ കാവി നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മതപരമായ വിശ്വാസങ്ങളിൽ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കും. ഇപ്പോൾ ഇതേപോലെ മുസ്ലിങ്ങളാണെങ്കിൽ വെള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യൻ വസ്ത്രങ്ങൾ കേവലം തുണിത്തരങ്ങൾക്കപ്പുറം ഒരു രാജ്യത്തിൻ്റെയും അതുപോലെ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും ജീവിത രീതികളെയും കലയെയും വിശ്വാസങ്ങളെയും പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയാണ് വസ്ത്രമെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 50 തന്നെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ബി, ഹൗ ഡസ് ദ ഇന്ത്യൻ ഫുഡ് ഹാബിറ്റ് റിഫ്ലക്റ്റ് കൾച്ചർ? ഇന്ത്യൻ ഭക്ഷണശീലം സംസ്കാരത്തെ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? അതിൻ്റെ ആൻസർ നോക്കൂ. ഇന്ത്യയിലെ ഭക്ഷണ രീതികൾ ആ രാജ്യത്തിൻ്റെ സമ്പന്നമായ സംസ്കാരത്തെയും വൈവിധ്യത്തെയും വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. വസ്ത്രങ്ങളെപ്പോലെ തന്നെ ഇന്ത്യൻ ഭക്ഷണശീലങ്ങളും അവിടുത്തെ
ചരിത്രം, ഭൂമിശാസ്ത്രം, കാലാവസ്ഥ, മതം, സാമൂഹിക ഘടന, ജീവിത രീതികൾ എന്നിവയെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഓരോ ഭക്ഷണശീലങ്ങൾ ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും മതപരവും സാമൂഹികമായിട്ടുള്ള ഘടകങ്ങളെയൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇന്ത്യൻ ഭക്ഷണ രീതികൾ സംസ്കാരത്തെ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം പ്രാദേശിക വൈവിധ്യം. ഒന്നാമത്തത് പ്രാദേശിക വൈവിധ്യം. ഇന്ത്യയുടെ ഓരോ പ്രദേശത്തിനും അതിൻ്റെതായ തനതായ ഭക്ഷണ രീതികളുണ്ട്. വടക്കേ ഇന്ത്യയിൽ ഗോതമ്പ് ഉൽപ്പന്നങ്ങളായിട്ടുള്ള റൊട്ടി, നാന, പൊറാട്ട എന്നിവയും തന്തൂരി വിഭവങ്ങളും പ്രചാരത്തിലായിരിക്കുമ്പോൾ, അതായത് അവിടെ അത്തരത്തിലുള്ള ഗോതമ്പ് ഉൽപ്പന്നങ്ങളാകുമ്പോൾ, തെക്കേ ഇന്ത്യയിൽ അരിയാണ് പ്രധാനപ്പെട്ട ഭക്ഷണം. അവിടെ ദോശ, ഇഡ്ഡലി, ചോറ് അവയൊക്കെയാണ് സാധാരണ പ്രധാന ഭക്ഷണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി തീരപ്രദേശങ്ങളിൽ കടൽ വിഭവങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നു. മത്സ്യങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കും. എന്നാൽ മരുഭൂമി പോലെയുള്ള പ്രദേശങ്ങളിൽ ജലാംശം കുറഞ്ഞ ഭക്ഷണങ്ങൾക്കും സൂക്ഷിച്ചു വെക്കാവുന്ന വിഭവങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകുക. അപ്പോൾ ഈ പ്രാദേശിക വൈവിധ്യം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെയും കാലാവസ്ഥയെയും അവിടുത്തെ വിളകളെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിലുള്ള ഓരോ പ്രദേശങ്ങളിലേക്ക്, വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് അങ്ങനെ നോക്കുമ്പോൾ തന്നെ അതാത് രാജ്യത്തിൻ്റെ സംസ്കാരവും പിന്നെ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാലാവസ്ഥ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ കാര്യം മതപരമായ സ്വാധീനം. ഭക്ഷണത്തിൽ മതപരമായ സ്വാധീനം വരുന്നുണ്ട്. ഇന്ത്യൻ ഭക്ഷണശീലങ്ങളിൽ മതപരമായ വിശ്വാസങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ആദ്യം നമുക്ക് ഹിന്ദുമതത്തിലേക്ക് നോക്കാം. ഹിന്ദുമതത്തിലെ ഭൂരിഭാഗം ആളുകളും സസ്യാഹാരികളാണ്. പശുവിനെ വിശുദ്ധമായി കണക്കാക്കുന്നതിനാൽ ബീഫ് കഴിക്കുന്നത് അവർക്ക് നിഷിദ്ധമാണ്. പലരും ഉള്ളി, വെളുത്തുള്ളി എന്നിവയും ഒഴിവാക്കാറുണ്ട്. പൂജകൾക്കും ഉത്സവങ്ങൾക്കും പ്രസാദമായും നേദ്യമായും പ്രത്യേക വിഭവങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഹിന്ദുമതത്തിന് കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ, ഉപേക്ഷിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഇനി അതേപോലെ ഇസ്ലാം മതത്തിലേക്ക് വരികയാണെങ്കിൽ, ഇസ്ലാം മതത്തിൽ പന്നിയിറച്ചി കഴിക്കുവാൻ പാടില്ല. അത് അവർക്ക് നിഷിദ്ധമാണ്. ഇസ്ലാം മത വിശ്വാസികൾക്ക് പന്നിയിറച്ചി കഴിക്കില്ല. മുഗൾ ഭരണകാലത്ത് ബിരിയാണി, കബാബുകൾ, ഗോർമ തുടങ്ങിയ മാംസാഹാര വിഭവങ്ങൾ ഇന്ത്യയിൽ പ്രചാരത്തിലായിട്ടുണ്ട്. അതേസമയം അവര് മാംസാഹാരങ്ങൾ, പശു, ബീഫൊക്കെ നന്നായിട്ട് അവർ ഇസ്ലാം മതക്കാർ കഴിക്കും. ഇനി ജൈനമതത്തിലേക്ക് വന്നാൽ ജൈനമതക്കാർ സസ്യാഹാരം മാത്രമേ കഴിക്കൂ. കൂടാതെ വേര്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉള്ളി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് എന്നിവയും അവർ കഴിക്കുകയില്ല. കാരണം ഇവ മണ്ണിൽ നിന്ന് ലഭിക്കുന്നതും ചെടിയെ നശിപ്പിക്കുന്നതുമാണ് എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളും അവർ ഒഴിവാക്കുന്നതാണ്. ഇനി സിഖ് മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലങ്കർ എന്ന പേരിൽ ഗുരുദ്വാരകളിൽ ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്ന രീതിയാണ് എവിടെയുള്ളത്? സിഖ് മതത്തിൽ ഉള്ളത്. ഇത് സാഹോദര്യത്തിൻ്റെയും സമത്വത്തെയും അറിയിക്കുന്ന ഒരു രീതിയാണ്. എല്ലാ ആളുകളും ഒരേ രീതിയിൽ ഭക്ഷണം വിളമ്പി കഴിക്കുന്നത്, ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് സിഖ് മതത്തിൽ ഉള്ളത്. അതിന് മറ്റൊന്ന് ആയുർവേദവും ആരോഗ്യ കാഴ്ചപ്പാടുകളും. പ്രാചീന ഇന്ത്യൻ വൈദ്യശാസ്ത്രമായ ആയുർവേദം ഭക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ശരീരത്തിൻ്റെ പ്രകൃതിക്കനുസരിച്ച് ഭക്ഷണം ക്രമീകരിക്കുന്നതും 6 രസങ്ങളും, അതായത് മധുരം, പുളി, ഉപ്പ്, കയ്പ്, എരിവ്, ചവർപ്പ് ഇവ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ആരോഗ്യത്തിന് ഉത്തമമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദാലി എന്ന ഇന്ത്യൻ രീതിയാണ് ഇതിൻ്റെ ഉദാഹരണമായിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആയുർവേദത്തിലും ആരോഗ്യപരമായ കാഴ്ചപ്പാടുകളിലുമെല്ലാം ഭക്ഷണത്തിൻ്റെ വലിയ സ്വാധീനം വരുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് അതിഥി സൽക്കാരവും പങ്കുവെക്കലും.
ഇന്ത്യൻ ഭക്ഷണം അതിഥി സൽക്കാരത്തിൻ്റെ പ്രധാന ഭാഗമാണ്. അതായത് അതിഥി ദേവോ ഭവ, അതിഥി ദൈവമാണ്. അതുകൊണ്ട് അവരെ നന്നായിട്ട് എന്ത് ചെയ്യണം, സൽക്കരിക്കേണ്ടതുണ്ട്. ഈ ഒരു സങ്കല്പത്തിൽ അധിഷ്ഠിതമായി അതിഥികൾക്ക് ഏറ്റവും മികച്ച ഭക്ഷണം നൽകുവാൻ ശ്രമിക്കുന്നു. ഭക്ഷണം പങ്കുവെക്കുന്നതും സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പലപ്പോഴും കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും വിഭവങ്ങൾ പങ്കിടുന്നതും സാധാരണമാണ്. അപ്പോൾ ഏതെങ്കിലും ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പെഷ്യലായിട്ട് തന്നെ അന്ന് നമ്മുടെ വീടുകളിൽ നല്ല ഫുഡുകൾ ഉണ്ടാക്കുകയും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന രീതിയും ഇന്ത്യയിലുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ആചാരങ്ങളും ആഘോഷങ്ങളും. ഇന്ത്യയിലെ ഓരോ ആഘോഷത്തിനും അതിൻ്റെതായ പ്രത്യേക ഭക്ഷണങ്ങളുണ്ട്. ഓണത്തിന് നമ്മൾ സദ്യ ഒരുക്കും. പിന്നെ വിഷുവിന് കണി വിഭവങ്ങൾ ഉണ്ടായിരിക്കും. ദീപാവലിക്ക് മധുര പലഹാരങ്ങൾ, ഈദിന് ബിരിയാണി, ക്രിസ്മസിന് കേക്ക് എന്നിവയെല്ലാം ഈ ആഘോഷങ്ങളുടെ ഭാഗമാണ്. ഈ വിഭവങ്ങൾ അതാത് ആഘോഷങ്ങളുടെ പ്രാധാന്യത്തെയും പാരമ്പര്യത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ആചാരങ്ങൾക്കും ആഘോഷങ്ങൾക്കും അനുസൃതമായിട്ടുള്ള ഭക്ഷണവും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി ഭക്ഷണ രീതികൾ. പല ഇന്ത്യൻ സംസ്കാരങ്ങളിലും കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ഒരു സാധാരണ ശീലമാണ്. ഇത് ഭക്ഷണവുമായി കൂടുതൽ അടുത്ത് ഇടപഴകുവാനും സ്പർശനത്തിലൂടെ ഭക്ഷണത്തിൻ്റെ ഗുണം തിരിച്ചറിയുവാനും സഹായിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. തെക്കേ ഇന്ത്യയിൽ വാഴയിലയിൽ ഭക്ഷണം വിളമ്പുന്നത് ഒരു സാധാരണ ആചാരമാണ്. ഇത് പ്രകൃതിയുമായുള്ള ബന്ധത്തെയും ശുദ്ധിയെയും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൈകൾ കൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. വിദേശത്ത് ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കൈകൾ കൊണ്ട് ഭക്ഷണം തൊടുകയില്ല. നമ്മളങ്ങനെയല്ല, കൈകൾ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. മാത്രമല്ല തെക്കേ ഇന്ത്യയിൽ നമ്മൾ പ്ലേറ്റിലാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അതേസമയം വാഴയിലയിലാണ് അവർ ഭക്ഷണം വിളമ്പുന്നത്. ഇനി മസാലകളും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ഉപയോഗം. ഇവിടെ ഇന്ത്യൻ പാചകത്തിൻ്റെ മുഖമുദ്രയാണ് സുഗന്ധ വ്യഞ്ജനങ്ങൾ. മഞ്ഞൾ, ജീരകം, മല്ലി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഏലം, കറുവാപ്പട്ട തുടങ്ങിയ ഇന്ത്യൻ ഭക്ഷണത്തിന് തനതായ രുചിയും ഗന്ധവും നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഭക്ഷണത്തിന് തനതായ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും നൽകുന്നത്. ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ ഔഷധ ഗുണങ്ങൾ ഉള്ളവയായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർ ധാരാളമായിട്ട് ഇവിടുന്ന് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അവരുടെ നാടുകളിലേക്ക് കയറ്റി കൊണ്ടുപോയത്. ഇങ്ങനെ ചുരുക്കത്തിൽ ഇന്ത്യൻ ഭക്ഷണ രീതികൾ കേവലം വിശപ്പടക്കുവാനുള്ള മാർഗം എന്നതിലുപരി ആഴത്തിലുള്ള സാംസ്കാരിക അർത്ഥങ്ങളും പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഇത് ഇന്ത്യയുടെ വൈവിധ്യത്തെയും സഹവർത്തിത്വത്തെയും സ്നേഹത്തെയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്ത്യയിലെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2024 ഏപ്രിൽ മാസത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്. നമ്മൾ 4 പാർട്ടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഇതും പൂർണ്ണമായിട്ട് കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. നോട്ട്സ് ആവശ്യമായിട്ടുള്ള നോട്ട്സുകളൊക്കെ എഴുതിയെടുക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.